ടാസ്ക് മന്ത്ര, ഗ്ലാപ്പോഡ്, ഇ-കൊമേഴ്സ് ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ പ്രോജക്റ്റ്. ടാസ്ക് മന്ത്ര നടന്നുകൊണ്ടിരിക്കുന്നു, ഗ്ലാപ്പോഡ് ഇതാ വന്നു കഴിഞ്ഞു, ഇ-കൊമേഴ്സ് വരാൻ പോകുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗ്ലാപ്പോഡ് എന്ന പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ടാണ്. ദിസ് ഈസ് ആഷ്ലി ആൻഡ് വെൽക്കം ടു കാബൽ. ടാസ്ക് മന്ത്ര എന്ന സ്റ്റാർട്ടപ്പ് പ്രോജക്റ്റിലൂടെയാണ് നമ്മുടെ കമ്പനിയുടെ തുടക്കം. ഓഗസ്റ്റ് 17, 2022 നമ്മുടെ പബ്ലിക്കിലേക്ക് ടാസ്ക് മന്ത്ര വിട്ടുകഴിഞ്ഞു. ഒരുപാട് രാജ്യങ്ങളിൽ ഇപ്പോൾ ഇത് സുലഭമായി സ്ത്രീകൾ വർക്ക് ചെയ്തു വരുന്നു. ടാസ്ക് മന്ത്രയിൽ എന്താണ് ടാസ്ക് മന്ത്ര? ഒരു ഡിജിറ്റൽ വുമൺ എംപവർമെന്റ് പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര. 18 വയസ്സിന് ശേഷമുള്ള ആർക്ക് വേണമെങ്കിലും സ്ത്രീകൾക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയിട്ട് സാമ്പിൾ പ്ലാറ്റ്ഫോം ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ടെസ്റ്റ് എഴുതി കയറി നമ്മുടെ റിയൽ പ്ലാറ്റ്ഫോമിൽ വന്ന് വർക്ക്സുകൾ ചെയ്ത് ഏർണിങ്സ് ഉണ്ടാക്കാം. ഒപ്പം തന്നെ ഏർണിങ്സ് അല്ല അവർ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെ ഡിജിറ്റലി എംപവർ ചെയ്യുക, അവർക്ക് വേണ്ട ഡിജിറ്റൽ നോളജ് ലേണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ് ടാസ്ക് മന്ത്ര. അതിലൂടെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം കൂടെ പ്രോഫിറ്റും കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഇന്ന് 1,20,000 സ്ത്രീകൾ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റേർഡ് ആണ്. ഇതിനുശേഷം കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രോജക്റ്റ് ആണ് ഗ്ലാപ്പോഡ്. ഗ്ലാപ്പോഡ് എന്നത് തികച്ചും വ്യത്യസ്തമാണ്. കാരണം ടാസ്ക് മന്ത്ര 100% സർവീസ് ഓറിയന്റഡ് ആണ്. ഗ്ലാപ്പോഡ് തികച്ചും പ്രോഡക്റ്റ് ഓറിയന്റഡ് ആണ്. 100% പ്രോഡക്റ്റ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ആണ് ഗ്ലാപ്പോഡ് എന്നത്. ഗ്ലാപ്പോഡ് ഒരു ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് കമ്പനി നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. യെസ്, ഡയറക്ട് സെല്ലിംഗ് മെത്തേഡ്. നമ്മൾ കണ്ടും കേട്ടും ചെയ്തും തഴമ്പിച്ചതുമായ ഒരു ഫീൽഡ് അല്ലെ. ഗ്ലാപ്പോഡ് കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവരുടെ പ്രോഡക്ട്സ് വ്യത്യസ്തമാണ്, അവരുടെ പ്ലാൻ വ്യത്യസ്തമാണ്. ഓരോന്നായി നമുക്ക് കേൾക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗ്ലാപ്പോഡ് നമുക്കൊരു ഡിജിറ്റൽ കൊമേഴ്സ് രംഗമാണ് തുറന്നു തന്നിരിക്കുന്നത്. ഇന്നത്തെ ടെക്നോളജി കാലഘട്ടത്തിൽ ഡിജിറ്റൽ കൊമേഴ്സ് എന്ന സിസ്റ്റത്തിലൂടെ നമുക്ക് പോയി നോക്കാം. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ കൊമേഴ്സ്? ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് കമ്പനിക്ക് വരുന്നുള്ളൂ. പിന്നീട് കമ്പനിക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് അവർക്ക് ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് വരുന്നുള്ളൂ. പിന്നീട് അവർക്ക് അതിന്റെ സർവീസും അപ്ഡേറ്റ്സും കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ചെലവുകളേ വരുന്നുള്ളൂ. എപ്പോഴും മാനുഫാക്ചർ ചെയ്ത് റീമാനുഫാക്ചർ ചെയ്ത് അങ്ങനെ ഒരു ചെലവ് കൂട്ടുന്ന ഒരു പ്രോസസ്സ് ഇവിടെ വരുന്നേയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. സോ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ കമ്പനിക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ട്രൈ ബിഫോർ യു ബൈ. യെസ്, നമുക്ക് ഇത് ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം മേടിച്ചാൽ മതിയാവും. നമ്മുടെ ഓരോരുത്തരുടെ മൊബൈലിൽ ഞാനിപ്പോൾ ഈ പറയുന്ന പ്രോഡക്ട്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്നോടൊപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഡൗൺലോഡ് ചെയ്യാം, യൂസ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ചാൽ മതി. അതുപോലെ തന്നെ എൻലെസ് ഷെൽഫ് ലൈഫ്. അതെ, ഇതിനൊരു എക്സ്പയറി ഡേറ്റ് എന്നതില്ല. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്താ ഡിജിറ്റൽ പ്രോഡക്റ്റ്? കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. വാട്സ്ആപ്പ്, നമ്മുടെ ഫേസ്ബുക്ക്, ട്രൂ കോളർ, ക്യാൻവ, ജിമെയിൽ, നമ്മൾ ഒരുപാട് ഡിജിറ്റൽ പ്രോഡക്ട്സ് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടല്ലേ. സോ അതുപോലെ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഗ്ലാപ്പോഡിന്റെ പ്രോഡക്റ്റ് നമുക്ക് മുന്നിലേക്ക് ബിസിനസ്സിനായിട്ട് തന്നിരിക്കുന്നത്. സോ അതിന് എക്സ്പയറി ഡേറ്റ് എന്നതില്ല. നമ്മൾ എന്നാണോ ആക്ടിവേറ്റ് ചെയ്ത് തുടങ്ങുക അന്ന് തൊട്ടാണ് അതിന്റെ ടൈം പീരീഡ് സ്റ്റാർട്ട് ചെയ്യുക. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന് വെയർ ഹൗസ് ഫ്രീ ആയിരിക്കും, ഹസിൽ ഫ്രീ ഹാൻഡ്ലിംഗ് ആയിരിക്കും. നമുക്ക് പ്രത്യേകിച്ച് സൂക്ഷിച്ച് വെക്കാൻ പ്രത്യേക ഇടങ്ങളൊന്നും ആവശ്യമില്ല, കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫോണിൽ തന്നെ അതുണ്ടെന്ന്. വേൾഡ് വൈഡ് മാർക്കറ്റ്, എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക്, എനിക്ക് ഇവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങ് അമേരിക്കയിലുള്ള ആൾക്ക്, അങ്ങ് ചൈനയിലുള്ള ആൾക്ക്, ആർക്ക് വേണമെങ്കിലും നമുക്കിത് കൊടുക്കാം. അവരോട് ഡൗൺലോഡ് ചെയ്ത് നോക്കി യൂസ് ചെയ്ത് നോക്കിക്കോളാം പറയാവുന്നതാണ്. ഡെലിവറിയും അതുപോലെ തന്നെ സീംലെസ് ഡെലിവറി ആയിരിക്കും. ജസ്റ്റ് ഒരു ക്ലിക്ക് അവിടെ എത്തിക്കഴിഞ്ഞു, അവർക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിന്റെ പ്രൈസ് സ്റ്റെബിലിറ്റി എടുത്തു പറയേണ്ടതാണ്. ബിക്കോസ് നമ്മുടെ മാർക്കറ്റിൽ മറ്റു പല എക്യുപ്മെന്റ്സിന്റെ വില അല്ലെങ്കിൽ പ്രോഡക്ട്സിന്റെ വില കൂടുന്നതിനനുസരിച്ച് ഇതിനങ്ങനെ ഒരുപാട് വേരിയേഷൻസ് ഒന്നും വരില്ല. ഫ്ലക്ച്വേഷൻസ് കുറച്ച് സ്റ്റേബിൾ ആയിരിക്കും സാർ. ഗ്ലാപ്പോഡ് നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് കറന്റ് റെവല്യൂഷനിലേക്കാണ്. അതെ, നമ്മളോടൊപ്പം നമ്മുടെ ഗ്ലാപ്പോഡ് എന്നത് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ്. ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഒരു ഡിജിറ്റൽ കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നത്. സോ മാക്സിമം നമുക്കത് എൻജോയ് ചെയ്യാം. നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾ ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ പ്രോഡക്ട്സുകളാണ്. ഞാൻ ഡീറ്റെയിലേക്ക് വരാം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം എന്നത് നല്ലൊരു ബിസിനസ്സായിട്ട്, വിദ്യാഭ്യാസവും ഹോസ്പിറ്റൽസും ഒക്കെ വലിയൊരു ബിസിനസ്സാണ്. ഒരുപാട് ക്യാഷാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ നമ്മൾ ചേർക്കാനായിട്ട് നല്ല ഫീസ് ഉണ്ട് എല്ലാവർക്കും അല്ലെ. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഒരു വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഫീസിബിൾ ആവുന്ന ഒരു റേറ്റിൽ അവർക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം കിട്ടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഗ്ലാപ്പോഡ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ കമ്പനി റൂട്ടഡ് ഇൻ ഇന്ത്യ ആണ്. സോ നമുക്ക് ഓരോരുത്തർക്ക് അഭിമാനിക്കാം. ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ ഒരു ഇന്ത്യൻ കമ്പനി ഇനി തരംഗം സൃഷ്ടിക്കാൻ പോവുകയാണ്.
അതുപോലെ തന്നെ ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെയാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതെ, നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് വലിയ വലിയ സെലിബ്രിറ്റീസിനെ വെച്ച് ആഡ് കൊടുക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടതായിട്ടോ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി കാശ് മുടക്കി ഒരു പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തർക്കും നമ്മൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്കൊരു ബിസിനസ്, ഒരു ഓൺട്രപ്രണർ ഓപ്പർച്യൂണിറ്റി ഇതിലൂടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്ലാപ്ബോർഡിന്റെ മെയിൻ അഡ്വാൻറ്റേജ് വരുന്നത്. ഇനി നമുക്ക് ഗ്ലാപ്ബോർഡ് തരുന്ന പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്ലാപ്ബോർഡ് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് 6 വ്യത്യസ്ത തരം ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റുകളാണ്. ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എഡ്യൂപിക്സ്. എഡ്യൂപിക്സ് എന്നത് നേഴ്സറി മുതൽ +2 വരെയുള്ള CBSE കുട്ടികളുടെ ഒരു എല്ലാം അടങ്ങിയ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അടങ്ങിയ ഒരു വലിയ ബണ്ടിലാണ്. ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്, ബുക്കല്ല കേട്ടോ. സോ മാക്സിമം NCERT സിലബസ് ആണ് കംപ്ലീറ്റ് വരുന്നത്. എല്ലാവരും ഫോളോ ചെയ്യുന്നത് 8th, 9th, 10th, 11th, 12th കംപ്ലീറ്റ് എന്തായാലും NCERT സിലബസ് ആണ് ഫോളോ ചെയ്യുക. ബാക്കിയുള്ളത് അവരുടെ സ്കൂൾ അനുസരിച്ചിരിക്കും. എങ്കിൽ കൂടി NCERT സിലബസിലുള്ള എല്ലാ ഡീറ്റെയിലും നമ്മുടെ ഈ ബണ്ടിൽ ഉണ്ടായിരിക്കും. എല്ലാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ, ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും. ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കിനെ ഡീറ്റെയിൽഡ് ഡിസ്ക്രൈബ് ചെയ്ത PDF നോട്ട്സ് ഉണ്ടാവും. ഓരോരോ ചാപ്റ്ററിന്റെയും ആനിമേഷൻ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പല ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന വീഡിയോ ലിങ്ക്സ്, ട്യൂട്ടോറിയലിന്റെ ലിങ്ക്സുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ ചാപ്റ്ററിനെയും ലഘൂകരിച്ച് ഒരു സിംഗിൾ പേജിൽ മൈൻഡ് മാപ്പ് എന്ന സംവിധാനം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഒരുപാട് വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വിത്ത് ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം കൂടെ അടങ്ങിയ ഒരു സിംഗിൾ ബണ്ടിലാണ് എഡ്യൂപിക്സ് എന്നത്. ഇത് ഓരോരോ ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് തരികയല്ല, നേഴ്സറി തൊട്ട് +2 വരെയുള്ള ഒറ്റ ബണ്ടിലാണ് ഇത് നിങ്ങൾക്ക് ഒരുമിച്ചാണ് കിട്ടുന്നത്. എഡ്യൂപിക്സ് എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്ത് നോക്കാം. 7 ദിവസം ഫ്രീ ട്രയൽ ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ പ്രോഡക്റ്റുകളെല്ലാം നിങ്ങൾക്ക് ട്രയൽ വേർഷൻ അവൈലബിൾ ആണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിച്ചാൽ മതി. അപ്പം എഡ്യൂപിക്സ് ആണ് ഫസ്റ്റ് വരുന്നത്. നമുക്ക് ഫ്രീ ട്രയൽ ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചെയ്യുക ആക്ടിവേഷൻ കോഡ് കൊടുക്കുക എന്നുള്ളതാണ്. ആക്ടിവേഷൻ കോഡ് കൊടുക്കുന്നു. നമുക്ക് അതിനുശേഷം അന്ന് തൊട്ട് 2 വർഷത്തേക്ക് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു നേഴ്സറി തൊട്ട് +2 വരെയുള്ള ഒറ്റ ബണ്ടിലായിട്ടാണ് തരുന്നതെന്ന്. സോ ഒരു വീട്ടില് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ട്, 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുണ്ടെന്ന് വിചാരിച്ചോ, 3 പേർക്കും കൂടെ ഈ ഒരു പ്രോഡക്റ്റ് മതിയാവും. കാരണം നേഴ്സറി തൊട്ട് +2 വരെയുള്ള എല്ലാ തിങ്സും അടങ്ങിയിരിക്കുന്ന ആപ്പാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അറ്റ് എ ടൈം ഒരാൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് എവിടെ ഇരുന്നും പഠിക്കാം. ബസ്സിൽ പോകുമ്പോൾ, വെക്കേഷനിൽ എവിടെയെങ്കിലും റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ, നമുക്ക് എവിടെയാണോ കംഫർട്ടബിൾ, നമുക്ക് എപ്പോഴാണോ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം എപ്പോഴാണോ, രാത്രിയാണോ പകലാണോ എന്ന് വ്യത്യസ്തമില്ലാതെ നമ്മുടെ കൈപ്പിടിയിൽ നമ്മുടെ മൊബൈലിൽ ഇരുന്ന് പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് ഒന്നും ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ നോട്ട്സും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. സെക്കൻഡ് പ്രോഡക്റ്റ് എക്സാംപിക്സ് ആണ്. ഇന്ത്യയിലുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാം, ജോബ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ട വ്യത്യസ്ത ഹയർ എഡ്യൂക്കേഷൻ കോഴ്സസ് ആയിക്കോട്ടെ, എല്ലാ തരം എക്സാമിന്റെയും കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള സൈറ്റാണ് എക്സാംപിക്സ്. എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എക്സാംപിക്സ് ഇപ്പൊ നിങ്ങൾക്ക് ആപ്പായിട്ട് ഡൗൺലോഡ് ചെയ്യാം, വെബ്സൈറ്റ് ആയിട്ട് ഉണ്ടായിരിക്കും. സോ വെബ്സൈറ്റിനുള്ളിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബാങ്ക് വേണോ, PSC വേണോ, റെയിൽവേ വേണോ, സിവിൽ സർവീസ് വേണോ, എന്ത് തന്നെ ആയാലും എല്ലാ എക്സാംസും നമ്മുടെ പ്ലാറ്റ്ഫോമിൽ മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ടൈം മാനേജ്മെന്റ് അതിലുള്ള കുട്ടികൾക്ക് കിട്ടും. എത്ര വേണമെങ്കിലും ടെസ്റ്റ് എഴുതി അവർക്ക് പഠിക്കാം. മാത്രമല്ല ഈ പ്ലാറ്റ്ഫോമിൽ ടെസ്റ്റ് എഴുതുമ്പോൾ അവർ സ്കിപ്പ് ചെയ്ത ആൻസേഴ്സ്, അവർക്ക് തെറ്റിപ്പോയ ആൻസേഴ്സ്, അവർ എക്സാമിന് വേണ്ടി എടുത്ത ടൈം എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഒരു സമ്മറൈസ് ചെയ്ത് നമ്മുടെ കയ്യിൽ കിട്ടും. അതുകൂടാതെ ഈ പ്ലാറ്റ്ഫോമിൽ അവർ എക്സാം എഴുതിയപ്പോൾ അവർക്ക് എത്രയാണ് റാങ്ക് എന്നതും കിട്ടും. ഇതിലൂടെ 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, +2 കഴിഞ്ഞ് കുട്ടികൾക്ക് എങ്ങോട്ട് പോകണമെന്ന് ഒരു ഡൗട്ട് ഉള്ളവർക്ക് ഈ പ്ലാറ്റ്ഫോം എടുത്തു നോക്കിയാൽ ഒരുപാട് കോഴ്സസും ഒരുപാട് ജോബും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ലോകത്തുള്ളതായിട്ട് കാണാൻ പറ്റും. 2, എന്തിനു വേണ്ടിയാണോ അവർ എയിം ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് അതിനുവേണ്ടി അവർക്ക് അൺലിമിറ്റഡ് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ചെയ്ത് എക്സാം എഴുതി എക്സാം അറ്റ്മോസ്ഫിയർ ഒരു പേടി ഇല്ലാണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് സെക്കൻഡ് അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ചെയ്ത് എക്സാം എഴുതി ശീലിക്കുന്നതോടൊപ്പം നമുക്കൊരു മെയിൻ എക്സാമിനോട് പേടിയുമില്ല. എക്സാം കറക്റ്റ് ടൈമിൽ തീർക്കാൻ പറ്റുന്നതാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ്. എല്ലാവർക്കും ടൈം മാനേജ്മെന്റ് ആണ് ഒരു വലിയ ഇഷ്യൂ എൻട്രൻസ് എക്സാമിൽ വരുന്നത്, അല്ലേ? അപ്പോൾ ഇതിനൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് എക്സാംപിക്സ് എന്ന ഈ സൈറ്റ്. സോ ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇംഗ്ലീഷ് ബോർഡ്. ഇംഗ്ലീഷ് ബോർഡിൽ 4 പ്രോഡക്റ്റ് ഒരുമിച്ചാണ് വരുന്നത്.
IELTS, OET, PTE and then spoken English. ഇങ്ങനെ ടോട്ടൽ 6 പ്രോഡക്റ്റ് ആണ്, ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഡക്റ്റ് ആണ് ഗ്ലാപ്പോർട്ട് നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. IELTS, OET, PTE, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവ ആയിരിക്കും ട്യൂട്ടർ ചെയ്യുക. സോ നമുക്ക് വേണ്ട കറക്റ്റ് നമ്മുടെ പുറത്തു പോയി പഠിക്കുന്ന അതേ പാറ്റേണിൽ ലിസണിങ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ ടെസ്റ്റ് ചെയ്ത് എഴുതി പഠിച്ച് ഇതിൽ പെർഫെക്റ്റ് സ്കോർ നേടിയതിനു ശേഷം നിങ്ങൾ പോയി എക്സാം ഫീ അടച്ച് IELTS, PTE, OET എന്നിവ എഴുതിയാൽ മതിയായിരിക്കും. സ്പോക്കൺ ഇംഗ്ലീഷ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേഴ്സണലി നമുക്ക് എപ്പോഴും പുറത്തു പോയി അല്ലെങ്കിൽ ഓൺലൈൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടെങ്കിലും ഒരു ഹ്യൂമൻ ടു ഹ്യൂമൻ ഇന്ററാക്ഷൻ ആണ് എപ്പോഴും വരിക. സോ ഇതിനതിന് ആവശ്യം ഉണ്ടാവില്ല. കാരണം അപ്പുറത്തിരിക്കുന്നത് ആണ്, നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല, നിങ്ങൾ ഇങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊന്നും തോന്നത്തില്ല. സോ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങളുടെ സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്ന് പഠിക്കാം. എല്ലാ പ്രോഡക്ട്സിന്റെയും പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് നമ്മുടെ സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സമയത്ത് കറക്റ്റ് ആയിട്ടിരുന്ന് പഠിക്കാം. ഓൺ ദി സ്പോട്ട് റിസൾട്ട് കിട്ടും. അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ചസ് നമുക്ക് നോക്കാം. നമ്മുടെ പ്രോഡക്ട്സും അതിന്റെ പ്രൈസസും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഡീലർ പ്രൈസിലായിരിക്കും ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങൾക്ക് കിട്ടുക. MRP റേറ്റിലായിരിക്കും നിങ്ങൾക്ക് അത് വിൽക്കാൻ സാധിക്കുക. സോ കമ്പനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് നല്ലൊരു റീറ്റെയിൽ പ്രോഫിറ്റ് ഉള്ള നല്ലൊരു സാധ്യതയുള്ള ഒരു ഡിജിറ്റൽ എഡ്യൂക്കേഷൻ പ്രോഡക്റ്റിന്റെ ആ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവാൻ വേണ്ടിയിട്ടാണ്. കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരാൻ വേണ്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് 10,000+ GSTക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരിക. സോ ഓരോരുത്തരെയും ഞാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരാൻ വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നാൽ നിങ്ങൾക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഗ്ലാപ്പോർട്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കയറി വരുന്നവർക്കെല്ലാം കമ്പനി കരുതി വെച്ചിരിക്കുന്നത് 10 വാവ് ബെനിഫിറ്റ്സുകളാണ്. ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കമ്പനിയിലേക്ക് കടന്നു വരാൻ നിങ്ങൾ ഈ കാണുന്ന 6 ഡിജിറ്റൽ പ്രോഡക്റ്റിൽ ഏതെങ്കിലുമൊക്കെ 10,000+ GSTയുടെ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതെന്നല്ലേ. സോ ഇത് നമ്മൾ മറ്റാർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒന്നെങ്കിൽ ഈ പ്രോഡക്റ്റ് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയ രീതിക്കായിരിക്കും നമ്മൾ മേടിക്കുക. അപ്പൊ ആർക്കാണോ യൂസ്ഫുൾ ആവുന്നത് ആ പ്രോഡക്ട്സുകൾ നിങ്ങൾ സെലക്ട് ചെയ്ത്, ഇപ്പൊ 4 എജുപിക്സ് മതിയെങ്കിൽ 4 എജുപിക്സ് സെലക്ട് ചെയ്യാം. ഒരു എജുപിക്സ്, ഒരു എക്സാം പിക്സ്, ഒരു IELTS ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 10,000+ GSTയുടെ പ്രോഡക്റ്റ് മേടിച്ചുകൊണ്ടാണ് ഓരോരുത്തരും നമ്മുടെ കമ്പനിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വരിക. വളരെ മിനിമൽ എമൗണ്ട് അല്ലേ. സോ വളരെ ഉപകാരപ്രദമായ പ്രോഡക്ട്സുകൾ നമ്മളിത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 15,000 ആണ്. അവിടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നു റീറ്റെയിൽ പ്രോഫിറ്റ്. അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. ദ സെക്കൻഡ് വൺ ഡയറക്ട് സെയിൽ ബോണസ്. ഡയറക്ട് സെയിൽ ബോണസ് എന്നാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് വർക്ക് എന്താണ്? കമ്പനിയുടെ സെയിൽസ്, കമ്പനിയുടെ ടേൺ ഓവർ കൂട്ടുക. അതിനായിട്ട് നമ്മൾ മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തേടുക എന്നുള്ളത് തന്നെയാണ് അല്ലെ. സോ നമ്മൾ ത്രൂ വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ കമ്പനിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഡയറക്റ്റ് വരുന്ന ആ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നും അവർ പർച്ചേസ് ചെയ്യുന്ന ആ പ്രോഡക്റ്റിന്റെ 5% നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. അങ്ങനെ അൺലിമിറ്റഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ നിങ്ങൾക്ക് ഡയറക്റ്റ് റെഫർ ചെയ്യാം. സോ ഓരോരുത്തരിൽ നിന്നും അവർ പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിന്റെ 5% നിങ്ങൾക്കുള്ളതായിരിക്കും. അതാണ് ഡയറക്ട് സെയിൽ ബോണസ്. ദ തേർഡ് വൺ പോഡ് ഇൻകം. ഡയറക്ട് സെല്ലിംഗ് ഫീൽഡിൽ നിങ്ങൾ പല ടൈപ്സ് ഓഫ് ഇൻകം കാണും അല്ലെ. നമ്മുടെ പോഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ബൈനറി പ്ലാൻ ആണ്. എങ്കിൽ കൂടി ഇതല്ല ഇവിടുത്തെ ഹൈലൈറ്റ്, വരുന്നതേ ഉള്ളൂ, കേൾക്കാം. കമ്പനിയുടെ പോഡിംഗ് എന്നാൽ നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടർ, നമുക്കൊരു പേരന്റ് സൈഡ് ഉണ്ടാവും, നമുക്കൊരു സെൽഫ് സൈഡ് ഉണ്ടാവും. ഫസ്റ്റ് മാച്ച് ഇൻകം വരുന്നത് 1:2 റേഷ്യോയിലാണ്. അതിൽ സെൽഫ് ഐഡിയിൽ ഫസ്റ്റ് വരുന്നത് ടെയിൽ ഐഡിയ ആയിരിക്കും. സോ അടുത്ത ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുമ്പോഴാണ് 1:2 റേഷ്യോ ആയിട്ട് അത് മാറുക. ദെൻ അതിനുശേഷമുള്ള എല്ലാ മാച്ചിങ്ങും 1:1 റേഷ്യോയിൽ തന്നെയായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത എന്നാൽ കമ്പനിയിൽ തുടക്കത്തിൽ എപ്പോഴും ഇതുപോലുള്ള ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിലൊക്കെ തുടക്കത്തിൽ വരുന്നവർക്ക് കുറച്ച് സ്ട്രഗിൾ ആയിരിക്കും അവർക്ക് കയറി വന്ന് അവർക്ക് ഇൻകം കിട്ടി വരാനായിട്ട്. അതിനും ഒരു സൊല്യൂഷനാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഓരോ മാച്ചിങ്ങിനും അവർക്ക് കൊടുക്കുന്നത് 2,000 ആണ് ഇൻകം വരുന്നത്. ഓരോ മാച്ചിങ്ങിലും 2,000. അപ്പൊ ഡെയിലി ഒരു 4,000 ഇൻകം കിട്ടാനുള്ള രീതിയിലാണ് നമ്മുടെ പ്ലാൻ അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഡെയിലി 4,000ൽ നിന്ന് ഡെയിലി 15,000 വരെ ഏൺ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ പോഡ് ഇൻകം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എല്ലാ കമ്പനികൾക്കും ഇതുപോലൊരു പ്ലാൻ ഉണ്ടാവും, അതായിരിക്കും അവിടെ ഹൈലൈറ്റ് എന്നല്ലേ. പക്ഷെ നമ്മുടെ കമ്പനിയിലെ ഹൈലൈറ്റ് ഈ ഇൻകം ആണ്. ഇതാണ് ജനറേഷൻ ഇൻകം. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞു, നമ്മൾ ത്രൂ വേറൊരു ഡിസ്ട്രിബ്യൂട്ടർ വന്നു, ദാറ്റ് ഈസ് എയിൽ നിന്ന് B1, B2, B3, എത്ര പേര് വേണേലും കൊണ്ടുവരാൻ ഡിസ്ട്രിബ്യൂട്ടറായിട്ട്. B1, B2, B3 എന്ന് പറഞ്ഞ എത്ര ബികളെ വേണേലും കൊണ്ടുവരാം അല്ലെ. അവരൊക്കെ നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആണ്.
അതുപോലെ തന്നെ ബിയിൽ നിന്ന് സി വരും, C1, C2, C3, സിയും എത്ര പേരെ വേണേലും കൊണ്ടുവരാം. അത് നമ്മുടെ തേർഡ് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷനിൽ നിന്ന് മാത്രം നമുക്ക് 5% ഇൻകം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ സെക്കൻഡ് ജനറേഷനിൽ എത്ര പേരുണ്ടാവും നമുക്ക് അറിയില്ല, നമ്മൾ നേരിട്ട് അറിയുന്നവരും ആയിരിക്കില്ല, അവരിൽ നിന്നും നമുക്ക് 5% ഇൻകം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ തേർഡ് ജനറേഷനിൽ 10%, ഫോർത്ത് ജനറേഷനിൽ നിന്നും 10%, ഫിഫ്ത്ത് ജനറേഷനിൽ നിന്ന് നമുക്ക് 20% ഇൻകം ഉണ്ടായിരിക്കും. ജനറേഷൻ ഇൻകം മാത്രം ഡെയിലി നമുക്ക് 1 lakh അടുത്ത് ഇൻകം ഉണ്ടായിരിക്കും. സോ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു നിസ്സാര പ്രോജക്റ്റിലേക്കല്ല, വളരെ ജെനുവിനായ മാസം 36 ലക്ഷം വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബാക്കപ്പ് ഉള്ള ഒരു ഡിജിറ്റൽ കറന്റ് റെവല്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അടിപൊളി ഒരു കമ്പനിയിലേക്കാണ്. സോ അടുത്ത ബെനിഫിറ്റ്സിലേക്ക് പോവാം. കമ്പനി ഇവിടെയാണ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കരുതി വെച്ചിരിക്കുന്നത്. സർപ്രൈസ് പോയിന്റ്. സർപ്രൈസ് പോയിന്റ് എന്നാൽ നമ്മൾ ഈ കമ്പനിയിലേക്ക് നമ്മൾ കയറി വരുന്ന ആ ഡേറ്റിനും ടൈമിനും അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ആവുന്ന ഒന്നാണ് സർപ്രൈസ് ID. നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് ID ജനറേറ്റ് ആവും. നമ്മൾ കയറി വരുന്ന ഡിസ്ട്രിബ്യൂട്ടർ ഐഡിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മൾ കയറി വരുമ്പോൾ നമുക്കൊരു സർപ്രൈസ് പോയിന്റിന്റെ ഒരു ഭാഗം നമുക്ക് അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അതിങ്ങനെ സർപ്രൈസ് ആയിട്ട് നമുക്ക് അതിനുള്ളിലേക്ക് പോയിന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. കമ്പനിയുടെ എല്ലാവരും എല്ലാം നടക്കുന്ന സെയിൽസ് ഒക്കെ ആയിട്ട് ഡിപ്പെൻഡ് ചെയ്താണ് ഇതിരിക്കുന്നത്. നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് സർപ്രൈസ് പോയിന്റ് കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിന്റെ സീനിയോറിറ്റി ബേസ് ചെയ്താണ് ഈ സർപ്രൈസ് IDs ക്രിയേറ്റ് ചെയ്ത് വരിക. സോ നമ്മൾ എപ്പോഴും മാക്സിമം കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ, ഏറ്റവും തുടക്കത്തിൽ കയറി വരുന്നതിനനുസരിച്ച് നമ്മുടെ സർപ്രൈസ് IDs അവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഒരു സർപ്രൈസ് IDയിൽ നിങ്ങൾക്ക് 75,000 പോയിന്റ്സ് വരെ യൂസ് ചെയ്യാം. 75,000 പോയിന്റ്സ് എന്നത് 75,000 രൂപയാണ്. 1 point = 1 റുപ്പിയാണ്. ഇനി ഇത് എവിടെ യൂസ് ചെയ്യാം? ഞാൻ പറഞ്ഞു നമ്മുടെ ഈ പ്രോജക്റ്റ് എന്താണ്? ടാസ്ക് മന്ത്ര ഗ്ലാപ്പോൾ ഇ-കൊമേഴ്സ്. യെസ്, വരാൻ പോകുന്ന ഇ-കൊമേഴ്സിലേക്കാണ് നിങ്ങൾ ഈ പ്രോഡക്റ്റ്, ഈ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്തിനാ കാശ് ഉണ്ടാക്കുന്നത്? നമുക്ക് ഈ പറയുന്ന ഇൻകം സെപ്പറേറ്റ് കിട്ടും. ഇത് കൂടാതെ ഉള്ളതാണ് കേട്ടോ ഈ പോയിന്റ്സ്. സർപ്രൈസ് പോയിന്റ് ഉണ്ട്, ഷോപ്പിംഗ് പോയിന്റ്സ് ഉണ്ട്. ജനറേഷൻ ഇൻകത്തിൽ നിന്ന് ഇത്ര പെർസെന്റേജ് നമ്മൾ ഷോപ്പിംഗ് പോയിന്റ്സിലേക്ക് മാറ്റിവെക്കുന്നുണ്ട്. സർപ്രൈസ് പോയിന്റ് നമ്മൾ കയറി വന്ന ഡേറ്റും ടൈമും അനുസരിച്ച് തനിയെ ക്രിയേറ്റ് ആവുന്നതാണ് സർപ്രൈസ് പോയിന്റ്സ്. ഈ പോയിന്റ്സുകൾ നമുക്ക് എന്തിന് യൂസ് ചെയ്യാം? പർച്ചേസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതെ, നമ്മുടെ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും അവിടെ അവൈലബിൾ ആയിരിക്കും. ആമസോണിൽ പോയി ഡ്രസ്സ് എടുക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം അല്ലേ? പക്ഷേ നമ്മുടെ ഇ-കൊമേഴ്സിൽ പോയി ഡ്രസ്സ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് യൂസ് ചെയ്താൽ മതിയായിരിക്കും. അതേപോലെ തന്നെ ആമസോണിൽ പോയി ഒരു TV മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയി TV മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണം. എങ്കിൽ നമ്മുടെ ഈ പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഇ-കൊമേഴ്സിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിൽ നമ്മൾ എപ്പോഴും പറയും, കയറി വരും, ആദ്യം ഇരിക്കുന്നവർക്കാണ് വലിയ ബെനിഫിറ്റ് ഉള്ളൂ, താഴെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ വന്നാൽ ഒരു കാര്യമില്ല, നമ്മൾ വർക്ക് ചെയ്യണം, നമുക്ക് കാശ് കിട്ടുന്നു. അതിനും ഒരു സൊല്യൂഷനാണ് നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. യെസ്, A എന്ന വ്യക്തി ആദ്യം വന്നു, B, C, D, Z എന്ന വ്യക്തിയാണ് ഇപ്പൊ ലാസ്റ്റ് വന്നതെങ്കിൽ ഈ A എന്ന വ്യക്തി സർപ്രൈസ് പോയിന്റ് ഉപയോഗിച്ച് ഇ-കൊമേഴ്സിൽ പോയി പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Z എന്ന വ്യക്തിയുടെ ബാക്കിലേക്കായിരിക്കും വരിക. ഇതൊരു സൈക്കിൾ പോലെയായിരിക്കും പോവുക. അതുകൊണ്ട് A എന്ന വ്യക്തി പർച്ചേസ് ചെയ്യുമ്പോൾ Z എന്ന വ്യക്തിക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ സ്ട്രക്ചർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരും അന്യം നിന്ന് പോകുന്നില്ല. ഇതൊരു സൈക്കിൾ പോലെ റൊട്ടേറ്റ് ചെയ്ത് പോയിക്കോളും. ഇനി കമ്പനിക്ക് എപ്പോഴും ആരോടായിരിക്കും പ്രിയപ്പെട്ടവര്? ഏറ്റവും കൂടുതൽ കമ്പനിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവരും ഏറ്റവും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവരോടും ആയിരിക്കും അല്ലെ? അവർക്ക് വേണ്ടിയുള്ള 2 ബോണസുകളാണ് അടുത്ത 2 ഇൻകംസ്. ഫാസ്റ്റ് ട്രാക്ക് ബോണസ് ആണ് ഫസ്റ്റ് വൺ. ഫാസ്റ്റ് ട്രാക്ക് ബോണസ് എന്നാൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് വന്നു ശേഷം 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഒരു 5 ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കമ്പനിയിലേക്ക് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഫാസ്റ്റ് ട്രാക്ക് ID അവിടെ ജനറേറ്റ് ആവുകയാണ്. പിന്നെ അടുത്ത 1 വർഷത്തേക്ക് നിങ്ങൾ എന്ത് വർക്ക് ചെയ്താലും വർക്ക് ചെയ്തില്ലെങ്കിലും ഓൾ കമ്പനിയുടെ സെയിൽസ് നടക്കുന്നതിൽ നിന്ന് ഒരു ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ടാവും. എത്ര പേരാണോ ഫാസ്റ്റ് ട്രാക്ക് ID അച്ചീവ് ചെയ്തത് അവർക്ക് എല്ലാവർക്കും അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അത് എല്ലാ മാസവും ആ 1 വർഷത്തേക്ക് നിങ്ങൾക്ക് കിട്ടും. വീണ്ടും നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. ആ വർഷം കൊണ്ട് തീർന്നു പോകുന്നില്ല. അടുത്ത വർഷത്തേക്ക് ഇത് കിട്ടണമെങ്കിൽ അടുത്ത 1 വർഷത്തിനുള്ളിൽ അടുത്ത 5 പേരെ കൂടെ ഡയറക്റ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് അടുത്ത സർപ്രൈസ് ഫാസ്റ്റ് ട്രാക്ക് ID അവിടെ ജനറേറ്റ് ആവും. അതിലൂടെ നമുക്ക് മാസം ഇൻകം കിട്ടും. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു, ആദ്യത്തെ 10 ദിവസത്തിനുള്ളിൽ 5 ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ കമ്പനിയിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് എല്ലാ മാസവും ഇൻകം കിട്ടുമെന്ന്. ആദ്യത്തെ 10 ദിവസം കഴിഞ്ഞു, നിങ്ങൾ ഒരു 2 മാസത്തിനുള്ളിൽ അടുത്ത 5 പേരെയും ടോട്ടൽ അങ്ങനെ നിങ്ങൾക്ക് 10 ഡിസ്ട്രിബ്യൂട്ടർ ആയെന്ന് വിചാരിച്ചോളൂ. അപ്പൊ തൊട്ട് നിങ്ങൾക്ക് 2 ഫാസ്റ്റ് ട്രാക്ക് ID ജനറേറ്റ് ആവുന്നുണ്ട്. സോ എല്ലാ മാസവും നിങ്ങൾക്ക് ഈ 2 IDയുടെയും കാശ് കിട്ടും.
അങ്ങനെ നിങ്ങൾക്ക് 3 ID ആയ 3 IDയുടെയും കാശ് കിട്ടും. അതാണ് അർത്ഥമാക്കുന്നത്. ഈ ID എന്ന് ഞാൻ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ID ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ദിസ് ഈസ് ഓൺലി ഫോർ ഫാസ്റ്റ് ട്രാക്ക് ID. ഓക്കെ. ദെൻ അടുത്തത് സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ്. ഇതും കമ്പനിയുടെ ഒരു ബോണസ് ആണ്. കമ്പനിയിലേക്ക് ആദ്യം കയറി വരുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ഫാസ്റ്റ് ട്രാക്ക് ID, ഫാസ്റ്റ് ട്രാക്ക് ബോണസും സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസും. സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് എന്നാൽ നമ്മൾ നല്ലൊരു ലീഡർ ആണെന്ന് കാണിക്കാന്നുള്ളതാണ്. നമ്മൾ ഡയറക്റ്റ് കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വന്നു, നമുക്ക് പറഞ്ഞു നമ്മുടെ പ്ലാൻ ബൈനറി പ്ലാൻ ആണ്. സോ പേരന്റ് സൈഡും ഉണ്ട്, സെൽഫ് സൈഡും ഉണ്ട്. പേരന്റ് സൈഡിലും സെൽഫ് സൈഡിലും നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടറിനെ ഡയറക്റ്റ് പ്ലേസ് ചെയ്തു. ആ വന്നിരിക്കുന്ന 2 പേരും ഇതുപോലെ അവരുടെ പേരന്റ് സൈഡും സെൽഫ് സൈഡും കറക്റ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ പ്ലേസ് ചെയ്താൽ അതിനുവേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ്, അപ്പോഴാണോ നമ്മൾ നല്ലൊരു ലീഡർ ആവുക. സോ അങ്ങനെ ചെയ്താൽ നമ്മൾ അവിടെ ഒരു സ്മാർട്ട് ലീഡറായി. അങ്ങനെ സ്മാർട്ട് ലീഡർ അച്ചീവ് ചെയ്താലും എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു ഇൻകം ഒരു വർഷത്തേക്ക് മുടങ്ങാതെ കിട്ടും. എത്ര കമ്പനിയുടെ ടോട്ടൽ സെയിൽസ്, എല്ലാ മാസവും നടക്കുന്ന സെയിൽസിൽ നിന്ന് മാറ്റി വെക്കപ്പെടുന്ന തുക എത്ര പേരാണോ സ്മാർട്ട് ലീഡർഷിപ്പ് അച്ചീവ് ചെയ്തത് അവർക്ക് എല്ലാവർക്കുമായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടും. ഇനി അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഇത് ഉണ്ടാവും മുടങ്ങാതെ. അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും ഇതുപോലെ ഞങ്ങൾക്ക് 2 പേരന്റ് സൈഡിലും സെൽഫ് സൈഡിലും ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വെച്ച് അവരിൽ നിന്ന് പേരന്റ് സൈഡും സെൽഫ് സൈഡും റീച്ച് ചെയ്യാൻ പറ്റിയാൽ അടുത്ത ഒരു വർഷത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസ് ഉണ്ടായിരിക്കും. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അടുത്തത് റാങ്ക് ആണ്. ലീഡർ മുതൽ ഗ്ലോബൽ അംബാസിഡർ വരെ നമുക്ക് ടോട്ടൽ 15 റാങ്കോളം ഉണ്ട്. ഓരോ റാങ്കും അച്ചീവ് ചെയ്താൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവും. കമ്പനി അത് അനൗൺസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ ലീഡർ ആവാനായിട്ടുള്ള ക്രൈറ്റീരിയ എന്നത് നമുക്ക് പേരന്റ് സൈഡും ഉണ്ട്, നമുക്ക് സെൽഫ് സൈഡും ഉണ്ട്. പേരന്റ് സൈഡിലും സെൽഫ് സൈഡിലും 6000 രൂപ വെച്ച് പോൾ ഇൻകം മേടിക്കുന്ന ഒരു വ്യക്തി വരുമ്പോൾ അതിൽ ഒരാൾ നമ്മുടെ ഡയറക്ട് റെഫർ, പേരന്റ് സൈഡ് ആയിക്കോട്ടെ സെൽഫ് സൈഡ് ആയിക്കോട്ടെ, നോ ഇഷ്യൂ, ഒരാൾ നമ്മുടെ ഡയറക്ട് റെഫറൽ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ലീഡറായി. അതുപോലെ തന്നെ പേരന്റ് സൈഡിലോ സെൽഫ് സൈഡിലോ ഒരു ലീഡർ ഫോം ചെയ്യുന്നു, അതിൽ ഒരാൾ നമ്മുടെ ഡയറക്ട് റെഫറൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ലീഡറായി. അങ്ങനെ റാങ്ക് കയറി പോകുന്നതായിരിക്കും. കമ്പനിയുടെ സ്പെഷ്യൽ ഓഫേഴ്സ് കുറച്ചൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ആരാണോ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. അടുത്തത് റോയൽറ്റി, ദ ലാസ്റ്റ് ഇൻകം. റോയൽറ്റി കമ്പനിയിൽ എവറി ഇയർ നടക്കുന്ന സെയിൽസിന്റെ ടോട്ടൽ സെയിൽസിന്റെ 15% ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടാവും. അതായത് അംബാസിഡർ മുതൽ ഗ്ലോബൽ അംബാസിഡർ വരെയുള്ള റാങ്കുകാർക്കായിരിക്കും ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള 10 വാവ് ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ ഗ്ലാപ്പോഡ് എന്ന കമ്പനി നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുന്നത്. ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ പ്രോഡക്റ്റ് ആണ്. 1 ടൈം പർച്ചേസേ വരുന്നുള്ളൂ. എപ്പോഴും പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബൈനറി പ്ലാൻ ആണ്. ബൈനറി പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ പേരന്റ് സൈഡും സെൽഫ് സൈഡിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ജനറേഷൻ ഇൻകം അവിടെ കിട്ടുന്നുണ്ട്. സോ ജനറേഷൻ ഇൻകം ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതുകൂടാതെ കയറി വരുമ്പോൾ തന്നെയുള്ള ഫാസ്റ്റ് ട്രാക്ക് ബോണസും സ്മാർട്ട് ലീഡർഷിപ്പ് ബോണസും ഇതിലെ സൂപ്പർ ഹൈലൈറ്റഡ് ഒന്നാണ്. കയറി വന്ന് നിങ്ങൾ ആദ്യം ഭയങ്കര സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം മാത്രം വർക്ക് ചെയ്താൽ മതി. അടുത്ത ഒരു വർഷത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും നിങ്ങൾക്കൊരു സാലറി ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കമ്പനിയുടെ കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളും പ്ലാനുകളും എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ അറിയുന്നതിനായിട്ട് ആരാണോ നിങ്ങൾക്ക് ഈ വീഡിയോ തരുന്നത് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഗ്ലാബോർഡ് എന്താണെന്നും ഗ്ലാബോർഡിന്റെ പ്രോഡക്റ്റ് എന്താണെന്നും ഗ്ലാബോർഡിന്റെ പ്ലാൻ എന്താണെന്നും അത്യാവശ്യം ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.